മുകേഷ് വിഷയത്തിൽ CPI സംസ്ഥാന നേതൃത്വങ്ങളെ പ്രതിസന്ധിയിലാക്കി ദേശീയ വനിതാ നേതാക്കൾ. മുകേഷിന് പ്രതിരോധമൊരുക്കിയ EP ജയരാജന്റെ വാദം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് തള്ളി. കുറ്റക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് PB അംഗം സുഭാഷിണി അലിയുടെ പ്രതികരണം. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ആനി രാജ നടത്തിയ പ്രതികരണത്തിൽ സംസ്ഥാന നേതൃത്വം അതൃപ്തി പരസ്യമാക്കി. ബലാത്സംഗ കേസ് പ്രതികളായ 2 കോൺഗ്രസ് MLA-മാർ നിയമസഭാ സാമാജികരായി തുടരുന്നുവെന്ന് ന്യായീകരിച്ചായിരുന്നു LDF കൺവീനർ EP ജയരാജൻ മുകേഷിന് പ്രതിരോധം തീർത്തത്. അവർ ചെയ്തതുകൊണ്ട് നമ്മളും എന്ന വാദത്തിലേക്ക് കടക്കരുതെന്നും അത് തെറ്റാണെന്നും ജയരാജനെ തിരുത്തുകയാണ് ബൃന്ദ കാരാട്ട്. പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിലാണ് ബൃന്ദ കാരാട്ട് നിലപാട് വ്യക്തമാക്കിയത്. തെറ്റ് ചെയ്തവർ ആരായാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് PB അംഗമായ സുഭാഷിണി അലി 24-നോട്. The point is an allegation has been made, a case is being registered, proper investigation should be made and proper punishment should be given. And I'm sure that the government will act in a proper way, and it is not only women of other parties, it is women in our party everywhere. എന്നാൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. ആനി രാജ NFIW നേതാവാണ്. അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. വനിതാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗമായ പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞുമാറി. സംസ്ഥാന നേതൃത്വം പ്രതികരിക്കുമെന്ന പ്രകാശ് കാരാട്ട്. മുകേഷിന്റെ കാര്യത്തില് അത് കേരളത്തിലെ നമ്മളിവിടെ ഒന്നും പറയാൻ ഈ കാര്യം കേരളത്തിൽ ഡിസൈഡ് ചെയ്യും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.